UDF തുറന്നുകൊണ്ട് പ്രതിപക്ഷം നീങ്ങിയില്ല. അടിയന്തര പ്രമേയത്തിന് നീങ്ങാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പഴയകാല കാര്യങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം സജീവമായ വിഷയങ്ങളെല്ലാം തന്നെ അടിയന്തര പ്രമേയ വിഷയമായി കൊണ്ടുവരുമ്പോൾ, പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ അതൊരു ചർച്ച സർക്കാർ അനുവദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും അത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് പ്രതിപക്ഷ ഭരണപക്ഷ വലിയ വാഗ്വാദങ്ങൾക്കും അപ്പുറം പ്രതിപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട വിഷയവും സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവർക്ക് തമ്മിലുള്ള ബന്ധമൊക്കെ ഭരണപക്ഷം പ്രതിപക്ഷം നൽകുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായി ഉറപ്പായിട്ടും ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അങ്ങനെ ഉന്നയിച്ചില്ല. അടിയന്തര പ്രമേയ നോട്ടീസായിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ കൂടിയും പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ പ്രതിഷേധത്തിന് മറുപടിയായി ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതൊക്കെ തന്നെയാണ്. അതായത് സഭ തുടങ്ങി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിച്ച് സംസാരിച്ചു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധവുമായി പ്ലക്കാർഡുകളും ബാനറുകളുമായിട്ട് സ്പീക്കറുടെ ഡയസിനും മുൻവശത്തും ചുറ്റുമൊക്കെ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അപ്പോൾ തന്നെ ഭരണപക്ഷത്ത് നിന്ന് മന്ത്രി MP രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സഭയിൽ പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ അടിയന്തര പ്രമേയമായി നോട്ടീസ് നൽകാവുന്നതാണ്. നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം വിനിയോഗിക്കാതെ പ്രതിപക്ഷം ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് ഒരു തിണ്ണമിടുക്ക് പ്രതിപക്ഷം കാണിക്കുകയാണ്. ഈ വിഷയത്തിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ടുമാണ് MP രാജേഷ് സംസാരിച്ചത്. അതിനുശേഷം സഭാ നടപടികൾ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാൻ സ്പീക്കർ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊന്നും പ്രതിപക്ഷം വകവച്ചില്ല. അംഗങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം മുദ്രാവാക്യം വിളികളുമായി പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. പ്രതിപക്ഷ ബഹളത്തെക്കുറിച്ച് സഭ പിരിച്ചതിന് ശേഷം ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ നിയമസഭയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും. അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിലുള്ള ഭരണ പ്രതിപക്ഷ വാദപ്രതിവാദങ്ങൾക്ക് തന്നെയാണ് നിയമസഭ വേദിയായത്. ഇന്ന് പിരിഞ്ഞ നിയമസഭ ഇനിയിപ്പോൾ അടുത്ത കാഴ്ച ഇപ്പോൾ നിയമസഭാ കവാടത്തിന് മുന്നിൽ നമ്മൾ കാണുകയാണ്. സാധാരണ പ്രതിഷേധിക്കുന്നത് പ്രതിപക്ഷമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പ്രതിപക്ഷം ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത് നോക്കൂ, വ്യത്യസ്തമായ കാഴ്ച, അസാധാരണമായ കാഴ്ച. ഭരണപക്ഷത്തെ MLA-മാർ അണിനിരക്കുകയാണ്. അവർ അവിടെ നിന്ന് അത് നോക്കൂ, മാത്യു ടി തോമസിനെ കാണാൻ കഴിയുന്നുണ്ട്, വിജിലിനെ കാണാൻ കഴിയുന്നുണ്ട്, ലിൻഡോയെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഭരണപക്ഷത്തെ MLA-മാർ, അസാധാരണമായ കാഴ്ച. സഭയ്ക്ക് മുന്നിൽ, സഭാ കവാടത്തിന് മുന്നിൽ ഭരണപക്ഷത്തെ MLA-മാർ അണിനിരക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തുകൊണ്ട് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല എന്ന് സഭയ്ക്കകത്ത് മന്ത്രിമാർ ചോദിച്ചുവെങ്കിൽ സഭയ്ക്ക് പുറത്ത് MLA-മാർ, ഭരണപക്ഷത്തെ MLA-മാർ അണിനിരക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇത്രയും കാലം ഡിഫൻസിൽ നിന്നിരുന്ന ഭരണപക്ഷം അത് ഡിഫൻസിൽ മാറി ഇപ്പോൾ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. നോക്കൂ, ഭരണപക്ഷത്തെ ഏറ്റവും മുതിർന്ന MLA-മാർ PP ചിത്തരഞ്ജൻ അടക്കം മന്ത്രിമാർ മാത്രമേ ഇല്ലാത്തതുള്ളൂ. മന്ത്രിമാരല്ലാത്ത ബാക്കിയുള്ള MLA-മാരെല്ലാവരും അവിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിയമസഭാ കവാടത്തിന് മുന്നിൽ